ഇനി മറ്റു വാർത്തകളിലേക്കാണ് പോകുന്നത്. ഇടുക്കിയിലേക്കാണ്. അവിടെ പൂപ്പാറയിൽ പന്നിയാർ പുഴ കയ്യേറിയവരെ ഒഴിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 29 കുടുംബങ്ങളെയാണ് ഒഴിപ്പിക്കുന്നത്. മൂന്നാർ ഡിവൈഎസ്പിയുടെ 500ഓളം പോലീസുകാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ഇടുക്കിയിൽ നിന്ന് ആഷിഖ്, ഒരു വലിയ പോലീസ് സന്നാഹത്തെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 29 കുടുംബങ്ങളാണ് നിലവിൽ ആ പുഴ കയ്യേറി അവിടെ താമസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ ഒഴിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഒഴിപ്പിക്കൽ നടപടി എന്നതിനപ്പുറം പൊളിച്ചുമാറ്റൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. JCB ഉപയോഗിച്ച് നിലവിൽ സീൽ ചെയ്തു വെച്ചിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളടക്കമുള്ള കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ അവസാന ഘട്ടത്തിലായിരിക്കും കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളടക്കം പൊളിക്കുക. 2023 ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പന്നിയാർ പുഴ കയ്യേറിയാണ് ആ പൂപ്പാറയിലെ ഏതാണ്ട് 88 കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഹൈക്കോടതി ഉത്തരവിടുന്നു. തുടർന്നാണ് ജില്ലാ ഭരണകൂടവും പഞ്ചായത്ത് അധികൃതരും ഇത് പൊളിച്ചു മാറ്റാനുള്ള നടപടികളുമായി മുന്നോട്ട് വരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടി സീൽ വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ കൃത്യമായ ഇടവേള നൽകി, കൃത്യമായ നോട്ടീസുകൾ നൽകി എന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് 24 മണിക്കൂറിനുള്ളിൽ ഈ കുടുംബങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നുള്ള ആവശ്യവുമായി പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകുന്നത്. ഇതിനും ഒരാഴ്ച പിന്നിട്ട് കൃത്യമായ ഇടവേള നൽകിയതിനു ശേഷമാണ് ഈ ഘട്ടത്തിൽ പഞ്ചായത്ത് അധികൃതരും ജില്ലാ ഭരണകൂടവും പോലീസ് സംവിധാനത്തിന്റെ സഹായത്തോടെ ഇവരെ ഒഴിപ്പിക്കുവാൻ വേണ്ടി എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഈ കുടുംബങ്ങൾ പറയുന്നത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. ഞങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോവുകയില്ല എന്നുള്ളതാണ്. ഈ വിഷയം ജില്ലാ ഭരണകൂടം കാര്യമായി തന്നെയും എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ 29 കുടുംബങ്ങളിൽ താമസിക്കാൻ മറ്റിടങ്ങളില്ലാത്ത 15 പേരുടെ പട്ടിക തയ്യാറാക്കുകയും ഇവരെ താൽക്കാലികമായി താമസിപ്പിക്കാനുള്ള വാടക സംവിധാനങ്ങളും മറ്റും അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഈ നടപടികളിലേക്ക് പോലീസും ജില്ലാ ഭരണകൂടവും കടക്കുന്നത്. അതേസമയം ഒഴിപ്പിക്കൽ നടപടി, പൊളിച്ചുമാറ്റൽ നടപടി അംഗീകരിക്കുകയില്ല എന്ന നിലപാടിൽ തന്നെ തുടരുകയാണ് അവിടുത്തെ താമസക്കാരായിട്ടുള്ള 29 കുടുംബങ്ങൾ. അവിടെ കഴിഞ്ഞ 2 ദിവസമായി നിരാഹാര സത്യാഗ്രഹം അടക്കം ഇരിക്കുകയാണ്. ഈ വ്യാപാര കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതിനു ശേഷം കുടുംബങ്ങളുടെ വീടുകളിലേക്ക് എത്തുമ്പോഴേക്കും, പൊളിച്ചു നീക്കാനുള്ള നീക്കവുമായി എത്തുമ്പോഴേക്കും വലിയ പ്രതിരോധം തീർക്കാനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. അതായത് 29 കുടുംബങ്ങളാണ് നിലവിൽ അവിടെ താമസിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇവർക്ക് പുനരധിവാസം സാധ്യമാക്കിയില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് പോകാൻ മറ്റെവിടെയും ഇല്ലേ, സ്ഥലമില്ലേ? എന്തുകൊണ്ട് ഇവർ ഈ പുനരധിവാസ പട്ടികയിൽ പെട്ടില്ല? 29 കുടുംബങ്ങൾ ഈ പട്ടികയിൽ ഉണ്ട്. അവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. അതിൽ എത്ര പേർക്ക് മാറി താമസിക്കാൻ ഇടമുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതർ ജില്ലാ ഭരണകൂടം പരിശോധിച്ചത്. അങ്ങനെ അതിൽ നിന്ന് 15 പേരെ തിരഞ്ഞെടുത്തു. 15 പേർക്ക് മാത്രമേ മറ്റിടങ്ങളിൽ പോയി താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല എന്നുള്ളത് കണ്ടെത്തുന്നത്. ഈ 15 പേർക്ക് താമസിക്കാനുള്ള പുനരധിവാസ സംവിധാനങ്ങൾ ഒരുക്കാമെന്ന വാഗ്ദാനമാണ് ജില്ലാ ഭരണകൂടവും പഞ്ചായത്ത് അധികൃതരും ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് മുഴുവനായും മറ്റൊരു സംവിധാനം തരാതെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോവുകയില്ല എന്നുള്ള നിലപാടാണ് പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കുന്നത്. ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ് എന്ന് നമുക്ക് അതിൽ തന്നെ പറയാൻ കഴിയും. ജിൽസി, വർഷങ്ങളായി ആ പുഴയോരത്ത് താമസിക്കുന്ന ആളുകളാണ്. ഇത് ആദ്യഘട്ടത്തിൽ കയ്യേറ്റം ഉണ്ടാകുമ്പോൾ തന്നെ നടപടി എടുക്കേണ്ട അധികൃതർ കണ്ണടച്ചതിന് ശേഷം പിന്നീട് ഒരു ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ വലിയ പോലീസ് സന്നാഹവുമായി വന്ന് ഈ കുടുംബങ്ങളെ അത്രയും ഒഴിപ്പിക്കുക എന്നുള്ളതിൽ ഒരു മനുഷ്യാവകാശ പ്രശ്നമുണ്ട്. ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള കൃത്യമായ സംവിധാനങ്ങൾ, താൽക്കാലിക വാടക സംവിധാനങ്ങളും മറ്റുമാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രശ്നം. കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കാതെ അവരെ ഒഴിപ്പിക്കുന്നതിലും ഒരു മനുഷ്യാവകാശ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കയ്യേറ്റം ആരംഭിച്ചു, പുഴ പുറമ്പോക്ക് കയ്യേറ്റം ആരോപിച്ചുകൊണ്ടാണ് ഈ നടപടികളിലേക്ക് പോലീസും ജില്ലാ ഭരണകൂടവും കടന്നിട്ടുള്ളത്. ആ കെട്ടിടങ്ങൾ അത്രയും 88 കെട്ടിടങ്ങൾ അത്രയും പൊളിച്ചു നീക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളിൽ കാണാം. JCB ഉപയോഗിച്ച് ഇപ്പോൾ തന്നെയും വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നുണ്ട്. ആ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ സീൽ ചെയ്തതാണ്. ഇപ്പോഴും അവിടെ ആളുകൾ താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതേസമയം ചില കുടുംബങ്ങൾ, ഒറ്റപ്പെട്ട 1-2 കുടുംബങ്ങൾ സ്വമേധയാ തന്നെ ഇതെല്ലാം പൊളിച്ചു നീക്കിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങളും ഇന്ന് രാവിലെ വന്നിരുന്നു. ഏതായാലും അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് JCBയുമായി പോലീസ് എത്തുമ്പോഴായിരിക്കും സംഘർഷം ഉണ്ടാവുക. അവിടുത്തെ ആളുകൾ ഇതിനെ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഗുരുതരമായൊരു പ്രശ്നമാണ്. തീർത്തും അവധാനതയോടെ ജില്ലാ ഭരണകൂടവും മറ്റ് അധികൃതരും ഇടപെട്ടില്ലെങ്കിൽ ഒരുപക്ഷെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് ജിൽസി. തീർച്ചയായിട്ടും ആഷിഖ്, ഒരു മാനുഷിക പ്രശ്നം കൂടിയാണ്. അപ്പോൾ മറ്റുള്ള ആളുകളെ എവിടെ കൊണ്ട് താമസിപ്പിക്കുമെന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ജില്ലാ ഭരണകൂടം അവധാനതയോടെ തീരുമാനം എടുക്കേണ്ടത് കൂടിയാണ്. എന്തായാലും ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത ആ സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട്. JCB ഉപയോഗിച്ചുള്ള പൊളിക്കൽ നടപടികൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്.